ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദേവു. ഇന്ന് ഒരു നല്ല കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെമ്മീൻ മുരിങ്ങക്കായ കറിയാണ്. കുറച്ച് ചെമ്മീനാണ് ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കുറച്ച് മുരിങ്ങക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മുരിങ്ങക്കായാണ് എടുത്തത്. കഴുകി വൃത്തിയാക്കി അരിഞ്ഞതാണ്. പിന്നെ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇതിലേക്ക് ആവശ്യമായത് ഒരു ഇഞ്ചി, ചെറിയ കഷ്ണം. ഇതൊരു ഉള്ളിയാണ് ഞാൻ എടുത്തുള്ളത്. നിങ്ങൾക്ക് അളവിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാം. തേങ്ങ എന്തായാലും വേണം. പിന്നെ ഒരല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരല്ലി കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് ഈ കറിക്ക് വേണ്ടി ആവശ്യമുള്ളത്. ഇനി നമുക്ക് മസാലകൾ എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. കുറച്ചൊരു സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, പിന്നെ ഉള്ളി നേരത്തെ കാണിച്ച സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി, തക്കാളി നല്ല നൈസായിട്ടല്ല, കുറച്ച് കട്ടിയിലാണ് അരിഞ്ഞത്. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതുണ്ട്. പിന്നെ 2 പച്ചമുളകാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കാം. ഞാൻ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉള്ളി വാടിപ്പിക്കുകയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകുന്നു. ചട്ടി ചൂടായി വന്നത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് ഉള്ളി ഇടാൻ പാടുള്ളൂ. ഈ തുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി നമുക്ക് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. മൺചട്ടിയിൽ നന്നായി വഴഞ്ഞ് കിട്ടും. കരിഞ്ഞ് പോവാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. വേഗം വഴഞ്ഞ് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കണ്ട, ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് ഉള്ളി വഴഞ്ഞ് കിട്ടും. നമുക്ക് നന്നായി വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർക്കേണ്ടതൊക്കെ ഉണ്ട്. എല്ലാവരും എൻ്റെ മോൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. എല്ലാവരും ഇത് കറിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ എല്ലാ കുക്കിംഗ് വീഡിയോയും എല്ലാവരും കാണണം. കണ്ട, ഉള്ളി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇതിലേക്ക് ചേർക്കാം. ഭാഗത്തായി മഞ്ഞ വന്നിട്ടുണ്ട്. കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് തക്കാളിയുടെ കൂടെ പച്ചമുളകും ചേർക്കാം. ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി വഴഞ്ഞ് വന്നിട്ടുള്ളത് സ്ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ചേർക്കാം. കൂടാതെ കറിവേപ്പിലയും ചേർക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുക്കുക. ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറി നല്ല അതിൻ്റെ ടേസ്റ്റ് നല്ല കുറവരും. പിന്നെ ഫ്ലെയിമിലൊക്കെയാണ് ഇത് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ കാണിച്ച മസാലകൾ ചേർത്ത് കൊടുക്കാം. ഉള്ളി, മുളക്, മഞ്ഞൾ, മുളകാണ് ഇതിലേക്ക് വേണ്ടത്. നന്നായി വഴറ്റി കൊടുക്കാം. പുളിവെള്ളം ചേർക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അത് ഞാൻ ഇപ്പോൾ കുതിർത്തിട്ടേ ഉള്ളൂ. പക്ഷേ അത് കുതിർത്ത് വന്നിട്ടില്ല. കാരണം ഞാനൊരു ഗ്ലാസ് വെള്ളമാണ്. എനിക്ക് കുറച്ച് ചെമ്മീനുള്ളതൊക്കെ നമുക്ക് പുളിവെള്ളത്തിൻ്റെ കൂടെ കുറച്ചുകൂടി ചേർക്കേണ്ടതുണ്ട്. കൂടി ആവുന്നേ ഉള്ളൂ. നമുക്കിതിൽ വെള്ളം ഒഴിച്ച് വേവുന്ന വരെ നമുക്ക് അടച്ച് വെക്കുന്നു. വേവിച്ചെടുക്കും. അതിൻ്റെ പാകത്തിനുള്ള വെള്ളമാണ് ചേർക്കുന്നത്. നല്ല ലൂസാക്കി ഉണ്ടാക്കുന്നില്ല. മസാലകളൊക്കെ ചേർക്കുന്ന ഈ പുളിയിലെ വെള്ളം ചേർക്കേണ്ടതുണ്ട്. എൻ്റെ പുളി നന്നായി കുതിർന്ന് വന്ന് ചേർക്കണം. എൻ്റെ മൺചട്ടിയിലാണ് ഞാൻ എപ്പോഴും കറി ഉണ്ടാക്കുന്നത്. കുക്കറിലൊന്നും ചെമ്മീനോ മുരിങ്ങക്കായൊന്നും ഇപ്പോൾ വേവിക്കുന്നില്ല.
കുറച്ച് മഞ്ഞൾ ചേർത്തില്ല, എന്നുവെച്ചാൽ മഞ്ഞളാണ്. ഒരു മഞ്ഞളിട്ട് ഈ കളറ് കുറവായി തോന്നിയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി മഞ്ഞൾ ഇട്ടത്. നിങ്ങൾ കളറിനനുസരിച്ച് ചേർക്കണം. നമുക്ക് തിളച്ചിട്ട് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കണം. കാരണം മുരിങ്ങക്കായും ചെമ്മീനും നല്ല വേവുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ കുക്കറിലൊന്നും വേവിച്ചെടുക്കുന്നില്ല, മൺകലത്തിലാണ്, മൺചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലൊക്കെ വേവിച്ചെടുക്കുന്നത് ടേസ്റ്റ് ഒക്കെ പോകും. നമുക്കിത് നല്ല വേവിച്ചെടുക്കാൻ. കണ്ടോ, രണ്ടും ഒന്നിച്ചാണ്. അപ്പോൾ അതിൻ്റെ മുരിങ്ങക്കായുടെയും ചെമ്മീൻ്റെ ഒക്കെ ടേസ്റ്റ് വെന്തിട്ട് കറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ല ചെറിയൊരു ഇടത്തരം ചെമ്മീനാണ്, അതുകൊണ്ട് നല്ല ഒരുപാട് വേവൊന്നുമില്ല, ചെറിയ ചെമ്മീനാണ്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാൻ തുറന്ന് നോക്കാം. തള വന്നിട്ടുണ്ട്, ഉണ്ടോ, നന്നായിട്ട് അടച്ചിട്ടുണ്ട്. പക്ഷേ വെന്തിട്ടുണ്ടെങ്കിൽ നേരത്തെ വെച്ച പുളി ഇപ്പോഴാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും തിളയ്ക്കുന്നതിന് മുമ്പേ ഒഴിച്ചാലും മതി. പക്ഷേ എൻ്റെ അത് കുതിർത്തില്ലായിരുന്നു, അതാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. കണ്ടോ, വെന്തിട്ടില്ല, ഇനി കുറച്ചുകൂടെ നല്ല വേവുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് 10 മിനിറ്റായി വെച്ചിട്ട് നോക്കാം. എന്താ, വെന്തിട്ടില്ല, ഇനി ഒരുപാട് കുറച്ചൊക്കെ വേവാനും കൂടി ഉണ്ട്. മുരിങ്ങക്കായൊക്കെ കണ്ടോ, ഒരുപാട് വേവാനുണ്ട്. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വെട്ടി ഉണ്ടോ, കുറേയൊക്കെ ഞാൻ കുറേ വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുള്ളതാ. മുന്നത്തെ നല്ല ഉടഞ്ഞിട്ടൊന്നുമില്ല, ആ പാകത്തിൽ വെന്തിട്ടുണ്ട്. എന്താ, വെള്ളമൊക്കെ വറ്റി ചെമ്മീൻ്റെ ഒക്കെ ചെമ്മീനൊക്കെ നല്ല ഇതിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് പിന്നെയും ആയി. അതിനുശേഷം തുറന്ന് നോക്കുകയാണ്. നല്ല കുറച്ചുകൂടി വെന്തിട്ടുണ്ട്, വെള്ളം കുറച്ചുകൂടി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർക്കണം. അതിൻ്റെ കൂടെ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് വെച്ചാൽ ഒന്നും പേടിക്കുന്നുണ്ടോ, നന്നായി ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. ഇത് അരച്ച് വെച്ച തേങ്ങയാണ്. തേങ്ങ നന്നായി ഇളക്കി ചേർക്കാം. നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരുപാട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കേണ്ടതില്ല, ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോപ്പം തേങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കറി ഉണ്ടാവുക പിന്നീട് ഒട്ടും വെള്ളം ചേർക്കേണ്ടതില്ല. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഗ്യാസ് ഓഫാക്കി അടച്ച് വെക്കാം. ഇപ്പോൾ കറിയായി വന്നിട്ടുണ്ട്. കണ്ടോ, കറിയായി വന്നിട്ടുണ്ടെങ്കിൽ വറവൊന്ന് ചേർക്കാം. കടുക് പൊട്ടിച്ച് വറവ് ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കറി ഇവിടെ ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ഉണ്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട്, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ കറി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോകൾ, അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ കാണുന്നവരെ ഓക്കെ, ബായ്.